ഹലോ ഗായ്സ്, അപ്പോൾ ഇന്നത്തെ പോലെ വെളുപ്പിന് 1 മണിയൊക്കെ ആയപ്പോൾ ഞങ്ങൾക്ക് പിന്നെയും വിശന്നു. ആദ്യം എല്ലാ പ്രാവശ്യം പോയി നോക്കുന്നല്ല അടുക്കളയിൽ പോയി നോക്കി, അവിടെ ഒന്നുമില്ല. പിന്നെ ഞങ്ങൾ ഓർത്ത് പുറത്ത് പോയി മേടിക്കാമെന്ന്. അങ്ങനെ പുറത്തോട്ട് ഇറങ്ങി. അങ്ങനെ കുറേ നേരം കടയൊക്കെ തപ്പി തീർന്നപ്പോൾ ഒരു ഫ്രൂട്ട്സ് കട കണ്ടു. ഫ്രൂട്ട്സ് കഴിച്ചാൽ വിശപ്പ് മാറത്തില്ലെന്ന് ഓർത്ത് ഫ്രൂട്ട്സ് കട പെൻഡിങ് കിട്ടിയിട്ട് ഞങ്ങൾ പിന്നെയും നടന്നു. ഇങ്ങനെ രാത്രി പോകുന്നതിന് പേടിയുണ്ടോ എന്ന് ചോദിച്ചാൽ പേടിയുണ്ട്, എന്നാലും ഞങ്ങളൊരു ധൈര്യത്തിൽ നടന്നു. റെയിൽവേ ട്രാക്കിൻ്റെ സൈഡിലുള്ള വീടുകളാണ്. ഞങ്ങളതിൽ കൂടെ നടക്കുന്ന സൗണ്ട് വരെ ഭയങ്കര നല്ല ഒച്ചയിലായിരുന്നു കേട്ടോണ്ടിരുന്നത്. പിന്നെ കുറച്ച് നിന്നപ്പോൾ ഒരു ചായക്കടയൊക്കെ കണ്ടു. എന്നാൽ ചായ കുടിക്കണമല്ലോ എന്ന് ഓർത്ത് ഇങ്ങനെ പതുക്കെ ഫ്രണ്ടിലോട്ട് നടന്നപ്പോൾ സൈഡിൽ വേറൊരു കട തുറന്നു വെച്ചു. ഞങ്ങൾ എന്നും വരുന്ന കടയായിരുന്നു ഇത്. നേരെ ഓപ്പോസിറ്റ് വേറൊരു കട തുറന്നിരിക്കുന്നു, നെയ്ച്ചോറും ബീഫ് കറിയുമായിട്ട്. പിന്നെ ഞങ്ങൾ നേരെ അങ്ങോട്ട് ചാടി. കട ഞങ്ങൾ അതുവരെ അവിടെ കണ്ടിട്ടില്ലായിരുന്നു, എങ്ങനെയാണെന്നൊന്നും അറിയത്തില്ല. അന്ന് ഫുഡ് മേടിച്ചു. ഞങ്ങൾ വീഡിയോ എടുക്കുന്നത് കുറേ പേര് നോക്കി ഈ പിള്ളേർ എന്താ ചെയ്യും. അത്ര നേരം കുറച്ച് പട്ടിഷൊക്കെ കാണിച്ച് അവിടെ നിന്ന് ഇറങ്ങി സാധനം മേടിച്ചുകൊണ്ട് നേരെ ഓപ്പോസിറ്റുള്ള കടയിൽ കയറി. അവിടെ ചെന്ന് കഴിഞ്ഞപ്പം എന്ത് മേടിക്കണം അതുപോലെ വിശപ്പായിരുന്നു. അപ്പോൾ എന്ത് മേടിക്കണമെന്ന് ഓർത്ത് കഴിഞ്ഞപ്പോൾ ഇങ്ങനെ കുത്തുപൊറോട്ട മേടിച്ചു. കുത്തുപൊറോട്ട മേടിച്ച് ഇങ്ങനെ നേരെ നടന്നപ്പോൾ ഒരു രൂപക്കൂട് കണ്ടു. അവിടെ പോയിട്ട് പ്രാർത്ഥിച്ചു, ദൈവമേ ഇനി വിശക്കരുതേ എന്നോർത്ത് പ്രാർത്ഥിച്ച് നേരെ നടന്നു. അങ്ങനെ എന്നും ട്രെയിനിൻ്റെ വീഡിയോ എടുക്കണമെന്ന് ഓർത്തിട്ട് ഫോൺ എടുത്ത് കഴിഞ്ഞപ്പോൾ ട്രെയിൻ പോയി. അപ്പോൾ ഇതിൻ്റെ ബാക്കി വീഡിയോ അടുത്ത പാർട്ടായിട്ട് ഞാൻ ഇടാം. അപ്പോൾ എല്ലാവരും കാണണം. ടാറ്റാ.